കുട്ടികൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷം 2025 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ എക്കോണമിയെ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. ആ കളിയാക്കൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉടനെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ LOP, അതായത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ മിസ്റ്റർ രാഹുൽ ഗാന്ധി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും ട്രംപ് പറഞ്ഞതാണ് സത്യമെന്നും നമ്മളെക്കാട്ടിലും അത് ഇന്ത്യൻ നേതാക്കളെക്കാട്ടിലും ഇന്ത്യയിലെ എക്കോണമിസ്റ്റുകളെക്കാട്ടിലും കൂടുതൽ വിവരവും അറിവും ഉള്ളത് പുറം രാജ്യത്തുള്ള ആൾക്കാർക്കാണെന്നും അവർക്കറിയാം നമ്മുടെ എക്കോണമി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഡെഡ് എക്കോണമി എന്ന ആ വാക്യത്തെ വളരെയേറെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും എല്ലായിടത്തും ഒരുപാട് ഇന്ത്യയെ എതിർത്തുകൊണ്ട് പ്രശംസ നടന്നിരുന്നു. ആ ട്രംപ് തന്നെ അതായത് രണ്ട് മൂന്ന് ദിവസം മുന്നേ 2 ജൂലൈ 2026 CNBC കൊടുത്തൊരു അഭിമുഖത്തിൽ, അതായത് ഒരു വർഷം കഴിഞ്ഞ് CNBC കൊടുത്തുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ എക്കോണമിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ലോകത്തുള്ള ചില രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എക്കോണമിക്കലി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബട്ട് ഓൺലി അറ്റ് ദ റേറ്റ് ഓഫ് 7 to 8%. അദ്ദേഹം ഇത് പറയാൻ കാരണം അദ്ദേഹം അമേരിക്കക്കാരോട് പറയാണ് അവരുടെ എക്കോണമിയെ ഇനിയും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരണം, അതിനൊരു മാതൃകയായിട്ട് ഇന്ത്യയെ കാണണമെന്നുള്ള ഒരു മെസ്സേജും കൂടി അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ, അതായത് 2 ജൂലൈ 26 ട്രംപ് ഇത് പറഞ്ഞ് ഇന്ന് 5 ജൂലൈ 26 3 ദിവസം കഴിഞ്ഞു. ഈ 3 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം ട്രംപ് ശപിച്ചിട്ടുണ്ടായിരുന്ന വാക്കുകളെ ഉടനെ തന്നെ പ്രവചിച്ച് അദ്ദേഹം അന്ന് ഒരുപാട് ചിരിച്ച് കളിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് ട്രംപിൻ്റെ ഈ സപ്പോർട്ടിംഗ് ആയാലും എന്തായാലും ഒരു പ്രശംസനീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തു പറയാനോ അതിനെ അനുമോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയെ അനുമോദിച്ചുകൊണ്ടോ ട്രംപിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ എന്തുകൊണ്ട് ഇതുവരെയും നമ്മുടെ നേതാവ് എന്ന് വിളിച്ചു കൂക്കി നടക്കുന്ന ഈ രാഹുൽ ഗാന്ധി ഇതുവരെയും എന്തുകൊണ്ട് പബ്ലിക് ഇതിൽ വരാത്തതെന്തേ? അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ്. ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും എതിർക്കുക എന്നതല്ല, ഏത് കാരണങ്ങളെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ട് മനസ്സിലാക്കി എതിർക്കേണ്ടടുത്ത് എതിർക്കണം, പ്രശംസിക്കേണ്ടത് പ്രശംസിക്കണം. അതിന് വേണ്ട തരത്തിലുള്ള വിവേകം അദ്ദേഹത്തിന് വേണം. എന്നിട്ട് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ജനങ്ങളെ കൂടെ നിർത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടതായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുക എന്നതാണ് ഒരു ഓപ്പോസിഷൻ ലീഡറുടെ കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി. അത് അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിനുള്ള വിവേകമില്ല അദ്ദേഹത്തിന്. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ഈ 3 ദിവസമായിട്ടും അന്ന് ട്രംപിൻ്റെ വാചകത്തെ പ്രശംസിച്ച് ഫോട്ടോയിൽ പല കണ്ട് ചിരിച്ചിട്ടാണ് അദ്ദേഹം അതിനെ പ്രശംസിച്ചിരുന്നത്. എങ്കിൽ അത്തരത്തിലുള്ള ഇന്ന് അദ്ദേഹം എവിടെ? അതേ തരത്തിൽ അതിനെ ട്രംപിൻ്റെ പ്രശംസകളെ ആവർത്തിച്ചുകൊണ്ട് പറയാനായിട്ട്, ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സിനെ പ്രശംസിക്കാനായിട്ട് ഇന്ന് ആ സോ കോൾഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എവിടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.